കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തവും 20 ലക്ഷം രൂപ പിഴയും വിവിധ വകുപ്പുകളിലായി 8 വർഷം 3 മാസവും തടവും കോടതി വിധിച്ചു. ശിക്ഷ വെവ്വേറെ അനുഭവിക്കണം. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. കാഞ്ഞിരപ്പള്ളി സ്വദേശി കരിമ്പനാൽ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്തം എന്ന നിലയിൽ ഇരട്ട ജീവപര്യന്തമാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജെ നാസർ വിധിച്ചത്. ഇതിനു പുറമെ വീട് കയറിയ ആക്രമണത്തിന് 6 വർഷവും ഭീഷണിപ്പെടുത്തലിന് 2 വർഷവും ആംസ് ആക്ട് പ്രകാരം 3 മാസവും തടവും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ ശിക്ഷകൾ അനുഭവിച്ച് തീർന്ന ശേഷമാകും ഇരട്ട ജീവപര്യന്തം ശിക്ഷ തുടങ്ങുകയെന്നും കോടതി വ്യക്തമാക്കി. 20 ലക്ഷം രൂപ പിഴയും പ്രതി ഒടുക്കണം. ഈ തുക മരിച്ച രഞ്ജു കുര്യന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂട്ടർ CS അജയൻ പറഞ്ഞു. 2022 മാർച്ച് 7-നായിരുന്നു കൊലപാതകം. തോക്കുമായി കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിലെത്തിയ ജോർജ് കുര്യൻ ഭക്ഷണമുറിയിലിരിക്കുകയായിരുന്ന ഇളയ സഹോദരൻ രഞ്ജു കുര്യനെയും മാതൃസഹോദരൻ മാത്യൂസ് കറിയെയും വെടിവെക്കുകയായിരുന്നു. നെഞ്ചിലും പുറകിലും വെടിയേറ്റ് രഞ്ജു കുര്യൻ ഉടനെ മരിച്ചു. തലക്കും നെഞ്ചിനും വെടിയേറ്റ മാത്യൂസ് കറിയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത്. വിചാരണവേളയിൽ പ്രതിയുടെ അമ്മയും സഹോദരിയും അടക്കമുള്ള 10 സാക്ഷികൾ കൂറുമാറിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.